നമസ്കാരം. മുൻപത്തെ വിവാദമായ 404 ഏക്കർ ഭൂമി കേരള സംസ്ഥാന വഖഫ് ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തായി രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ രജിസ്ട്രേഷൻ പുറത്തു വന്നത്. എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട വഖഫ് ബോർഡാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ഈ നടപടി സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആരോപിക്കുന്നു. മുനമ്പത്തെ ഒരു കുടുംബത്തെ പോലും കുടിയൊഴിപ്പിക്കില്ലെന്നും സർക്കാർ അവർക്കൊപ്പം നിൽക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തിയത്. നിലവിലുള്ള ചട്ടങ്ങൾ ലംഘിച്ചാണ് രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉമീദ് പോർട്ടലിൽ നിന്ന് ഈ ഭൂമിയുടെ വിവരങ്ങൾ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന് കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഒന്നും നടന്നില്ല. പക്ഷേ ഇച്ഛാശക്തിയുള്ള സർക്കാർ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് തന്നെ പരിഹരിക്കാമെന്ന് UPയിലെ യോഗി സർക്കാരിന്റെ മാതൃക ചൂണ്ടിക്കാട്ടി BJP ഹാൻഡിലുകൾ വ്യക്തമാക്കുന്നു. ഉമീദ് സെൻട്രൽ പോർട്ടൽ എന്നത് രാജ്യത്തുടനീളമുള്ള വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ആരംഭിച്ച ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. 2025 ജൂൺ 6-നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ഏതെങ്കിലും ഒരു വസ്തു വഖഫ് ലിസ്റ്റിൽ നിന്ന് റദ്ദാക്കാൻ നിയമപരമായി കഴിയില്ല. വഖഫ് ആക്ട് പ്രകാരം വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലുമാണ് ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. എന്നാൽ റവന്യൂ രേഖകളുടെയും ഭൂമിയുടെയും ഉടമസ്ഥാവകാശത്തിൻ്റെയും കൃത്യത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള റവന്യൂ അധികാരികൾക്ക് അധികാരമുണ്ട്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന ഭൂമി സംബന്ധമായ വിവരങ്ങൾ, അതായത് സർവേ നമ്പർ, വിസ്തീർണം, ഉടമസ്ഥാവകാശം എന്നിങ്ങനെ നിലവിലുള്ള സർക്കാർ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കുന്നു. ഈ പരിശോധനയിൽ രേഖകളിൽ അപാകതകളോ തെറ്റായ വിവരങ്ങളോ ഇരട്ടിപ്പുകളോ കണ്ടെത്തിയാൽ ആ രജിസ്ട്രേഷൻ അസാധുവാക്കപ്പെടും. അതാണ് UPയിൽ യോഗി സർക്കാർ ചെയ്യുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ വൻതോതിലുള്ള വഖഫ് രജിസ്ട്രേഷനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ UPയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കി വിപുലമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ വഖഫ് ബോർഡ് സമർപ്പിച്ച പ്രമാണങ്ങളിലെ ക്രമക്കേടും കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഉമീദ് പോർട്ടലിൽ നിന്ന് രേഖപ്പെടുത്തിയ 31,000-ലധികം വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ അധികൃതർ അസാധുവാക്കി. ജൗൻപൂർ, ബാരാബങ്കി, മുസാഫർ നഗർ തുടങ്ങിയ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുകൾ നിരസിക്കപ്പെട്ടത്. ഇവിടെ മുനമ്പത്തും സർക്കാരിന് സമാനമായി റദ്ദാക്കാൻ കഴിയും. കാരണം മുനമ്പത്തെ വഖഫ് ഭൂമി അല്ല എന്നതിന്റെ എല്ലാ രേഖകളും ഉണ്ടെന്നാണ് UDF നേതാക്കളടക്കം പറയുന്നത്. തെറ്റായ വിവരങ്ങൾ വെച്ചാണ് മുനമ്പത്തെ ഭൂമി വഖഫാക്കിയത്. അതുകൊണ്ട് തന്നെ UPയിലെ പോലെ ഇവിടെയും റദ്ദാക്കാൻ കഴിയുമെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിന് ദാനം കൊടുക്കുന്ന സ്വകാര്യ സ്വത്ത് എന്നാണ് വഖഫ് പൊതുവെ അറിയപ്പെടുന്നത്. മതപരമായ അല്ലെങ്കിൽ ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായി സ്വത്ത് ദാനം ചെയ്യുന്ന ഒരു ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോമെന്റിനെയാണ് വഖഫ് എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ വഖഫായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. ശാശ്വതമായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ തുടരും. മതപരമായ ആവശ്യത്തിനോ ജീവകാരുണ്യ പ്രവർത്തനത്തിനോ ആണ് ഈ സ്വത്ത് ഉപയോഗിക്കാൻ കഴിയുക. ഈ ആശയം സൈദ്ധാന്തികമായി ശ്രേഷ്ഠമാണെങ്കിലും പ്രായോഗികമായി വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നത്. വ്യാപകമായ കെടുകാര്യസ്ഥതയുടെയും നിയമവിരുദ്ധമായ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങൾ ഇതിൻ്റെ പേരിൽ മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം സ്വകാര്യ ഭൂമി മുതൽ പ്രധാന നഗര റിയൽ എസ്റ്റേറ്റ് വരെയുള്ള ആയിരക്കണക്കിന് സ്വത്തുകൾ പലപ്പോഴും ശരിയായ ഡോക്യുമെന്റേഷനോ വിവരങ്ങളോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും തങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വഖഫായി രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തി. ഇത് ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രശ്നത്തിൽപ്പെട്ടത്. വഖഫ് ഭൂമിയുടെ വാണിജ്യപരമായ വിനിയോഗവും തർക്കത്തിൻ്റെ മറ്റൊരു കാരണമാണ്. നിരവധി സന്ദർഭങ്ങളിൽ വഖഫ് ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിന് നൽകിയിട്ടുണ്ട്. ഇതും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും വഖഫ് ബോർഡുകളാകട്ടെ അഴിമതിയുടെ കുത്തരങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു വഖഫ് സ്വത്ത് നിയന്ത്രിക്കുന്നത് ഒരു സൂപ്പർവൈസറിയായി പ്രവർത്തിക്കുന്ന ഒരു മുതവല്ലി അല്ലെങ്കിൽ പരിപാലകനാണ്. അള്ളാഹുവിൻ്റെ സ്വത്തെന്ന പേരിൽ വികാരപരമായി മുസ്ലിങ്ങൾ ഇതിനെ കാണുന്നു. വിഭജന കാലത്ത് കുടിയേറിയവർ ഉപേക്ഷിച്ചു പോയ ഭൂമി പോലും ഇത്തരത്തിൽ വഖഫാക്കി മുൻപ് മാറ്റിയിരുന്നു. മുനമ്പം നിവാസികളുടെ കൈവശമുള്ളതടക്കം 404 ഏക്കർ ഭൂമിയാണ് വഖഫ് സ്വത്താക്കി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ മുതവല്ലി സ്ഥാനം വഖഫ് ബോർഡ് ഏറ്റെടുത്താണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത്. വഖഫ് സ്വത്തുകൾ നിലവിൽ ഏത് സ്ഥാപനത്തിൻ്റെ കൈവശമാണോ ഉള്ളത് അവർ മുതവല്ലിയായിട്ടാണ് സ്വത്ത് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ഭൂമി വഖഫ് സ്വത്താണോ അല്ലയോ എന്നത് സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നതിനിടയിലാണ് വഖഫ് ബോർഡിൻ്റെ നീക്കം. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരം വഖഫ് സ്വത്തുകളെല്ലാം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾക്ക് മാത്രമേ വഖഫ് സ്വത്തിന്റെ സംരക്ഷണം ലഭിക്കും. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ 90% വഖഫ് സ്വത്തുക്കളും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിലാണ് മുനമ്പം ഭൂമിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
ഫാറൂഖ് കോളേജിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി വഖഫ് ബോർഡ് ഏറ്റെടുത്തിരുന്നു. അതിനാൽ വഖഫ് ബോർഡ് മുതവലിയായാണ് ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തത് പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പെന്നാണ് പുറത്തു വന്ന രേഖകൾ വ്യക്തമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇതിനായിട്ടുള്ള അടിയന്തര നീക്കങ്ങൾ നടന്നതെന്നാണ് അപ്ലോഡിംഗ് തീയതികൾ സൂചിപ്പിക്കുന്നത്. പുതിയ സർക്കാരോ മന്ത്രിമാരോ അറിയാതെയാണ് ഈ പോർട്ടലിൽ അപ്ലോഡിംഗ് നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ നീക്കത്തിന് പിന്നിലെ ദുരൂഹ താല്പര്യങ്ങൾ വ്യക്തമാണ്. മെയ് 4-നാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇതിന് പിന്നാലെ മെയ് 6-ന് ചേർന്ന വഖഫ് ബോർഡ് യോഗം മുതവല്ലിമാർ നേരിട്ട് അപ്ലോഡ് ചെയ്യാത്ത വഖഫ് സ്വത്തുകൾ ബോർഡ് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനമെടുത്തു. വഖഫ് ബോർഡ് ചെയർമാന്റെ നിർദ്ദേശപ്രകാരം മെയ് 16-നാണ് മുനമ്പം ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ UDF സർക്കാർ മെയ് 18-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇക്കാര്യമാണ് UDF സർക്കാരിനേറ്റ പണിയായി മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുന്നത്. പ്രായോഗിക നടപടികളോ പരിശോധനകളോ ഇല്ലാതെ വെറും വാചകമടി മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം അനുസരിച്ച് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ അവ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് ഈ ഭൂമി പോർട്ടലിൽ ഉൾപ്പെടുത്തിയത്. സാധാരണയായി വഖഫ് സ്വത്തിന്റെ മേൽനോട്ടക്കാരായ മുതവല്ലികൾക്കാണ് ഉമീദ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ അധികാരമുള്ളത്. എന്നാൽ മുനമ്പം ഭൂമിയുടെ കാര്യത്തിൽ ഈ അധികാരം ഫാറൂഖ് കോളേജിനാണ്. എന്നാൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വഖഫ് ബോർഡ് നേരിട്ട് മുതവല്ലിയുടെ സ്ഥാനം ഏറ്റെടുത്ത് ഏകപക്ഷീയമായ ഈ ഭൂമി രജിസ്ട്രേഷൻ ചെയ്തതെന്നാണ് ആക്ഷേപം. മുനമ്പത്ത് തലമുറകളായി താമസിക്കുന്ന 600-ലധികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഇത് നേരിട്ട് ബാധിക്കുന്നു. നിയമപരമായി പണം നൽകി ആധാരം ചെയ്തു വാങ്ങിയ ഭൂമിയാണിതെന്നും തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും സമരസമിതി ആരോപിക്കുന്നുണ്ട്. ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ നികുതി അടയ്ക്കാനോ കഴിയാത്ത അവസ്ഥയിലാകും തങ്ങളെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക വഖഫ് ബോർഡിന്റെ ഈ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വഖഫ് ബോർഡിന്റെ ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ കേരളത്തിന്റെ മതേതരത്വത്തിന് ഭീഷണിയാണെന്നും തീവ്ര ഹൈന്ദവ ശക്തികൾക്ക് സംസ്ഥാനത്ത് വളരാൻ വഖഫ് ബോർഡ് സഹായം നൽകുകയാണെന്നും സഭ ആരോപിക്കുന്നു. മുനമ്പം കേസിൽ മുൻ സർക്കാർ രൂപം കൊടുത്ത വഖഫ് ബോർഡിന്റെ നിലപാട് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ രംഗത്തെത്തിയത്. 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാനുള്ള നീക്കമാണ് നടന്നത്. മുൻ സർക്കാരാണ് അത് ചെയ്തത്. പോകുന്ന പോക്കിൽ വഖഫ് ബോർഡ് തന്നെ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. 8-ന്റെ പണി തന്നിട്ടാണ് വഖഫ് ബോർഡ് പോയതെന്നും സർക്കാർ പറഞ്ഞു. എന്നാൽ ഈ സർക്കാർ മുനമ്പത്തുള്ളവരെ കുടിയൊഴിപ്പിക്കില്ലെന്നും 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വം ചെയ്ത കാര്യമാണിതെന്നുമായിരുന്നു VD സതീശൻ ഇതിന് വിശദീകരണം നൽകിയത്. പക്ഷേ യോഗ ചെയ്തതുപോലെ രജിസ്ട്രേഷൻ റദ്ദാക്കലിലേക്ക് കടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. മുനമ്പം കേസിൽ നേരത്തെ വഖഫ് ബോർഡിനെതിരെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉയർത്തിയത് അതിരൂക്ഷമായ വിമർശനമായിരുന്നു. മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. യാതൊരു രേഖയുമില്ലാതെ ആരുടെയും ഭൂമി സ്വന്തമാക്കാമെന്ന വഖഫ് നിയമത്തിനെതിരെ അതിരൂക്ഷമായിട്ടാണ് ഡിവിഷൻ ബെഞ്ച് പ്രതികരിച്ചത്. മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. യാതൊരു രേഖയുമില്ലാതെ ആരുടെയും ഭൂമി സ്വന്തമാക്കാമെന്ന വഖഫ് നിയമത്തിനെതിരെ അതിരൂക്ഷമായിട്ടാണ് ഡിവിഷൻ ബെഞ്ച് പ്രതികരിച്ചത്. മുൻപത്തുകാർക്ക് എല്ലാ രേഖയും കയ്യിലുമുണ്ട്. എന്നിട്ടും അവർക്ക് നീതി കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് പുതിയ ബോർഡ് രൂപീകരിക്കണമെന്നതാണ് ആവശ്യമുയരുന്നത്. നിയമപ്രകാരമല്ലാതെ ഭൂമി രജിസ്റ്ററിൽ ചേർത്ത വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് സമരസമിതിയും പറയുന്നു. ഇടതു സർക്കാർ നിയമിച്ച ഭരണസമിതി ആയതിനാൽ ആവശ്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അവർ പറയുന്നു. മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇത് വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി പരാമർശത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വഖഫ് ഭൂമിയാണെന്ന് കണ്ടാലും മുൻപത്തെ താമസക്കാർക്ക് ഭൂമിയുടെ അവകാശം നൽകി വഖഫ് ബോർഡിനുണ്ടാകുന്ന നഷ്ടം ഫാറൂഖ് കോളേജിൽ നിന്ന് ഈടാക്കണമെന്നാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടെന്നും സമിതി അറിയിച്ചു. എന്നാൽ സർക്കാരുമായി 2 തട്ടിൽ നിൽക്കുമ്പോഴും രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നിലവിലെ വഖഫ് ബോർഡ്. നിയമപരമായി ബോർഡിന് 5 വർഷം പൂർത്തിയാക്കാനുള്ള അധികാരമുണ്ടെന്നാണ് ചെയർമാൻ KS ഹംസയുടെ നിലപാട്. മുൻപത്തെ തർക്കഭൂമി ആദ്യമായി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത് 2018-ൽ UDF മുന്നണിക്ക് പൂർണ്ണ സ്വാധീനമുണ്ടായിരുന്ന വഖഫ് ബോർഡ് ഭരണസമിതി നിലവിലിരുന്ന കാലത്താണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം ലീഗ് നേതാവായ റഷീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു അക്കാലത്ത് സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിരുന്നത്. അഥവാ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ചെയർമാനായിട്ടുള്ള UDF അനുകൂല വഖഫ് ബോർഡ് നിലവിലിരുന്ന സമയത്താണ് മുനമ്പം ഭൂമി വഖഫ് സ്വത്തുക്കളുടെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ആദ്യകാല രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പുതിയ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് BJP. LDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡിനെ വഖഫ് നിയമത്തിലെ സെക്ഷൻ 64 അനുസരിച്ച് പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് പോലും വേണ്ടെന്നാണ് BJPയുടെ വിമർശനം. മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ബോർഡ് ഇല്ലാതാകുമെന്നും പുതിയ ബോർഡ് രൂപീകരിച്ച് മുൻപത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുമാണ് BJP നേതാവ് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുന്നത്.
മുൻപത്തെ 400 ഏക്കറിലധികം വരുന്ന ഭൂമി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ചട്ടങ്ങളോ വഖഫ് നിയമത്തിലെ വ്യവസ്ഥകളോ പാലിക്കാതെയാണ് വഖഫ് ബോർഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് റിജിജുവിന് നൽകിയ കത്തിൽ രാജീവ് ചന്ദ്രശേഖറും ആരോപിക്കുന്നത്. ഇത് നിലവിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പോർട്ടലിൽ നിന്ന് എൻട്രികൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മുൻപത്തെ വിവാദ ഭൂമി വഖഫ് സ്വത്തല്ല എന്ന തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നാണ് വി.ഡി. സതീശൻ ആവർത്തിക്കുന്നത്. ആ നിലപാട് തുടരും. സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വകുപ്പ് മന്ത്രി വിശദീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തായാലും പുതിയ സർക്കാരിനെ സംബന്ധിച്ചും ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്നതും ഒരു പരീക്ഷണമാണ്.